സകലമാന തട്ടിപ്പുകളും നിറഞ്ഞ ഈ ലോകത്തിൽ ആരാണ് സത്യം, ആരാണ് ഉഡായിപ്പ് തുടങ്ങിയവയൊക്കെ തിരിച്ചറിയുന്നതൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഭാഗ്യത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾക്കിരയായി നീതി തേടി കോടതിയെ സമീപിക്കുമ്പോൾ ജഡ്ജിയായിട്ടിരിക്കുന്നയാളും ഒരു ഭൂലോക ഉഡായിപ്പാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ വാർത്ത വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാൻകാരെ സംബന്ധിച്ച് ഇതിലൊന്നും വലിയ ഒരു അത്ഭുതമുണ്ടാകാൻ സാധ്യതയൊന്നുമില്ല. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കടന്നവരാണ് എന്ന ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്കുള്ളത്. ഏതായാലും ആ സംഭവം ഇങ്ങനെയാണ്. പാകിസ്ഥാൻ മാധ്യമമായ ഡോൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇസ്ലാമാബാദ് ഹൈക്കോടതി അവരുടെ ജഡ്ജിമാരിൽ ഒരാളായ താരിഖ് മഹ്മൂദ് ജഹാൻഗീരി എന്നയാളെ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് പുറത്താക്കി. കഴിഞ്ഞ 5 വർഷം ജഡ്ജി പദവിയിൽ ഇരുന്നയാൾക്കെതിരെയാണ് ഈ നടപടിയെന്ന് ഓർക്കണം. 116 പേജുള്ള വിധിന്യായമാണ് ഇത് സംബന്ധിച്ച കോടതി പുറത്തിറക്കിയത്. ജഡ്ജിന്റെ നിയമബിരുദ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അഭിഭാഷകനായ മിയാൻ ദാവൂദ് എന്നയാൾ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജഹാൻഗിരിയുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന പരാതി നൽകിയത്. ഈ പരാതി ഫയലിൽ സ്വീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ജഹാൻഗിരി കോടതിയെ സമീപിച്ചെങ്കിലും കോടതി നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. താരിഖ് മുഹമ്മദ് ജഹാൻഗിരിക്കെതിരെ ചീഫ് ജസ്റ്റിസ് സർദാർ മുഹമ്മദ് സർഫറാസ് ദോഗർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി വിധി പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ ജഹാൻഗിരിയെ ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള പ്രാഥമിക നിയമന നടപടിക്രമം വരെ അസാധുവാക്കപ്പെട്ടു. 2020 ഡിസംബറിലാണ് ജഹാൻഗിരി ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ ജഡ്ജിയായി നിയമിതനായത്. നിയമവൃത്തിയിൽ 3 പതിറ്റാണ്ടിന്റെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കിയ ജഹാൻഗിരി വാർത്താ താരമായത് 2023 മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കിയത് ഇദ്ദേഹമാണ്. ഉത്തരവിനെതിരെ ഭരണകൂടം രംഗത്ത് വരികയും ജഹാൻഗിരി ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫിന്റെ ആജ്ഞാനുവർത്തിയാണെന്ന ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. നിയമ നടപടിക്രമങ്ങളിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഇടപെടുന്നുവെന്നും ഇതൊഴിവാക്കാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജഹാൻഗിരി സുപ്രീം കോടതി ജഡ്ജിക്ക് കത്തെഴുതിയതും വാർത്തയായിരുന്നു. കറാച്ചി യൂണിവേഴ്സിറ്റി ഹാജരാക്കിയ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതി ഈ കേസിൽ വിധി പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം ജഹാൻഗിരി സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളിൽ പലതിലും പൊരുത്തക്കേടുണ്ടെന്നും പലതും വ്യാജമാണെന്നും കണ്ടെത്തി. ജഹാൻഗിരി ആൾമാറാട്ടം നടത്തിയതായും ശിക്ഷാ നടപടി ഒഴിവാക്കാൻ പരമാവധി ശ്രമം നടത്തിയതായും വിധിന്യായത്തിൽ പരാമർശമുണ്ട്. ഗവൺമെന്റ് ഇസ്ലാമിയ ലോ കോളേജ് പ്രിൻസിപ്പാളിന്റെ മൊഴിപ്രകാരം ജഹാൻഗിരി അവിടെ പഠിച്ചിട്ട് പോലുമില്ല. 1988 ഒരു വ്യാജ എൻറോൾമെന്റ് നമ്പർ ഉപയോഗിച്ചതിന് ജഹാൻഗിരി കൈയോടെ പിടിയിലായി. തുടർന്ന് 3 വർഷത്തേക്ക് ഇയാളെ യൂണിവേഴ്സിറ്റി ബാൻ ചെയ്തു. എന്നാൽ തൊട്ടടുത്ത വർഷം താരിഖ് ജഹാൻഗിരി എന്ന് പേരുമാറ്റി ഇയാൾ വീണ്ടും പരീക്ഷ എഴുതി. എന്നാൽ ഇംതിയാസ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിക്ക് അനുവദിച്ച എൻറോൾ നമ്പറാണ് ജഹാൻഗിരി ഉപയോഗിച്ചതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം ഒരു ബിരുദത്തിന് ഒരു എൻറോൾമെന്റ് നമ്പറാണ് നൽകുന്നത്. കേസ് പരിഗണനാ വേളയിൽ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാനും എഴുതി തയ്യാറാക്കിയ വിശദീകരണം നൽകാനും കോടതി ജഹാൻഗിരിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഇവയൊന്നും ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പകരം തന്റെ കേസ് ഹൈക്കോടതി ഫുൾ ബെഞ്ച് പരിഗണിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ഈ കേസ് റദ്ദാക്കണമെന്നും വാദിച്ചു. സിന്ധ് ഹൈക്കോടതിയിൽ കേസിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനാൽ ഇസ്ലാമാബാദ് ഹൈക്കോടതി കേസ് പരിഗണിക്കരുതെന്നും ജഹാൻഗിരി വാദമുഖമുയർത്തി. എന്നാൽ ജഹാൻഗിരിയുടെ ഭാഗത്തുനിന്ന് കേസിന്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. പരാതി പ്രകാരമുള്ള രേഖകൾ കോടതിക്ക് ലഭിച്ച സാഹചര്യത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ മതിയായ തെളിവുകൾ ഹാജരാക്കേണ്ടത് ആരോപണ വിധേയന്റെ ബാധ്യതയാണ്. എന്നാൽ അപ്രകാരം രേഖകൾ ഹാജരാക്കാത്തതിനാൽ കോടതിക്ക് ഈ വിധം തീരുമാനമെടുക്കേണ്ടി വരുന്നുവെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതിയിൽ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് ജഹാൻഗിരിയുടെ തീരുമാനം. ചീഫ് ജസ്റ്റിസ് മുൻവിധിയോടെയാണ് കേസ് പരിഗണിച്ചതെന്നും ജഹാൻഗിരി ആരോപിക്കുന്നുണ്ട്. കേസിൽ കഴിഞ്ഞ 2 വാദം കേട്ടപ്പോഴും പിന്നീട് നടപടികൾ 9 മാറ്റിയപ്പോഴും തനിക്ക് നോട്ടീസ് നൽകിയില്ലെന്നും ജഹാൻഗിരി ആരോപിക്കുന്നു. എന്നാൽ കോടതി രേഖകൾ പ്രകാരം ജഹാൻഗിരിയുടെ അഭിഭാഷകൻ നടപടികളിൽ ഹാജരായിട്ടുണ്ട്. തന്റെ യോഗ്യതയെ സംബന്ധിച്ച് കോടതി തീരുമാനമെടുത്തത് തനിക്ക് മതിയായ നോട്ടീസ് നൽകാതെയാണ്. ഇത് ഭരണഘടന പ്രകാരമുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്നുമാണ് ജഹാൻഗിരിയുടെ വാദം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജന്മാരും
അവരെ സംബന്ധിച്ച ഒരു പുതുമയുള്ള വാർത്തയൊന്നുമല്ല. പാകിസ്ഥാന്റെ ഔദ്യോഗിക വിമാന സർവീസായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ 150ഓളം പൈലറ്റുമാരുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇത്തരത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് കാലങ്ങളോളം പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് അവരുടെ സർവീസുകൾ നിർത്തിവെക്കേണ്ടിയും വന്നിരുന്നു. 2018-ൽ 97 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന അപകടത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജന്മാർ കുടുങ്ങിയത്. പൈലറ്റുമാരുടെ പരീക്ഷ നടന്നത് പൊതു അവധി ദിനത്തിലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. രാജ്യത്ത് അനുവദിക്കപ്പെട്ട 860 പൈലറ്റ് ലൈസൻസുകളിൽ 260 വ്യാജമോ മതിയായ രേഖകൾ ഇല്ലാത്തതാണെന്നും വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. പൈലറ്റുമാർ പിടിയിലായതോടെ പാക് എയർലൈൻസിന് പല അന്താരാഷ്ട്ര റൂട്ടുകളിലേക്കുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനെ സ്വകാര്യവൽക്കരിക്കാൻ പാകിസ്ഥാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് കഥയാണ്.